+1 ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് ആകെ പഠിക്കുന്നത് 10 ചാപ്റ്റേഴ്സാണ്. അതിൽ ആദ്യത്തെ 5 ചാപ്റ്റേഴ്സിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുന്ന ടോപ്പിക്കുകളാണ്. ഏറ്റവും കൂടുതൽ തവണ പബ്ലിക് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റൻ ചോദിച്ച ടോപ്പിക്കുകൾ നമ്മൾ പറയാൻ പോവാണ്. ഇത്ര അപ്ഡേറ്റ്സ് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം മനസ്സിലേക്ക് ഷെയർ ചെയ്തോ. റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ഇത്രയും ടോപ്പിക് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അത് തന്നെ ഈ ക്യൂണിഫോം ആൻഡ് മാരി, നിങ്ങൾ ശ്രദ്ധിക്കണേ, ക്യൂണിഫോമും മാരിയും ഒരുപാട് തവണ ഈ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചാണ്. ക്യൂണിഫോം മാരി, കോൺട്രിബ്യൂഷൻ ഓഫ് മെസോപ്പൊട്ടേമിയ. ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ വരുമ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ ഉണ്ട്. ഇതിൽ സോഷ്യൽ ഹൈറാർക്കീസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3rd സെഞ്ചുറി ക്രൈസിസ്, 3-ാം നൂറ്റാണ്ട് പ്രതിസന്ധി, റിഫോംസ് ഓഫ് കോൺസ്റ്റന്റൈൻ ആൻഡ് ഡയോക്ലീഷ്യൻ പഠിച്ചു വെച്ചോ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 3-ാമത്തെ ചാപ്റ്ററിൽ വരുമ്പോൾ ഇത്രയും ടോപ്പിക്കുകളിൽ ഈ അവസാനത്തെ ടോപ്പിക് ഉണ്ടല്ലോ, റീച്ച് ആൻഡ് കണ്ടിന്യൂറ്റി മോഡൽ ആൻഡ് റീപ്ലേസ്മെന്റ് മോഡൽ, നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണേ. പിന്നെ ഹോമിനിഡ്സ് ഹോമിനോയിഡ്സ് നോക്കി വെച്ചോ, എക്സാമിന് ചോദിക്കാം. പിന്നെ കൾച്ചർ ഫോർമേഷൻ മിഡിൽ ഏജസിൽ അബ്ദുൽ മലിക്കിന് റിഫോംസ് ചോദിക്കാറുണ്ട്, ക്രൂസൈഡ്സ് ചോദിക്കാറുണ്ട്, കോൺട്രിബ്യൂഷൻ ഓഫ് അറബ്സ്, അറബികളുടെ സംഭാവന, അരാവാക്കിൻ ലുക്കായ്സ്, ആസ്റ്റക് എഡ്യൂക്കേഷൻ എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി 5-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ യാസ ആൻഡ് യാമ ഓൾറെഡി മോഡൽ എക്സാമിന് ചോദിച്ചു, കുറിൽത്തായ് എക്സാമിന് ചോദിക്കാം, ചെങ്കിസ് ഖാന്റെ കൊറിയർ സിസ്റ്റം ചോദിക്കാം, ആർമിയും ചോദിക്കാം. ഇത്രയുമാണ് ഈ ഒരു 5 ചാപ്റ്റർ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. ഇത് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തോ. ഇതിൽ ഏതൊക്കെ ടോപ്പിക്കുകളും ഏതൊക്കെ ചാപ്റ്ററും പഠിച്ചു എന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തോ.